ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. ഒരുപാട് ലൂസാവാതെ എന്നാൽ അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഒരു മാവാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു രീതിയിലുള്ള ഇത്രയും ലൂസ് മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ചേർക്കണം എന്നില്ല. എന്നിട്ട് പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് പോയി വന്നാൽ ഇതിലേക്ക് നമുക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് ചിക്കിയെടുക്കുക. അപ്പോൾ മുട്ട ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ഒരു തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊരു ഭാഗം വെന്ത് വന്നാൽ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട ശേഷം നമ്മളിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. വേറെ ഒട്ടിച്ചു കൊടുക്കാൻ ഒന്നും വേണ്ട, ഇതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുത്താൽ മതി. എന്നിട്ട് 2 ഭാഗത്തും ഓയിൽ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മൈദ ആയതുകൊണ്ട് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കൊരു പൊറാട്ടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ചൂടോട് കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടൊരു സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ചൂടോട് കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഇതിനുള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ. ചിക്കനൊക്കെ കൊണ്ടൊക്കെ നമുക്കിതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.